ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണത് ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂര് ഒരു കഫേ വണ്ണയം പുഴക്കിലല്ലേ, പുഴക്കിലെ ആണ് കഫേ വണ്ണയം. പൂങ്കുന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാർഡ്ലി 150 മീറ്റേഴ്സ് നമുക്ക് റൈറ്റ് സൈഡിലാണ് ഈ കഫേ ഉണ്ടാവുക. ഇതിന്റെ കഫേയുടെ പേര് വരാൻ കാരണം കഫേ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ് ടു 1 AM വരെയാണ്. 3 മണി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞത് പോയിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് പാൽക്കപ്പയും ബീഫും. അപ്പൊ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു, ഞങ്ങൾ അതുപോലെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി അതിൽ ചേരുവകളൊക്കെ ഒന്നുകൂടി ചേരുമ്പോൾ ഒന്നും കൂടി കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ പ്രിൻസേട്ടൻ പറഞ്ഞതാണ് നമുക്ക് വീഡിയോ പറഞ്ഞെടുത്ത് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാന്ന്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറകൾ തൃശ്ശൂരുകാർക്ക് പൊതുവെ കപ്പ അധികം നോട്ടമില്ലാത്തതാണ്. സാധാരണ ന്യൂജൻ പ്രത്യേകിച്ച് അധികം കഴിക്കാറില്ല. അവർക്ക് ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്യാം. വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കപ്പ ഞാൻ കാണിച്ചു തന്നു നേരത്തെ. ആ കപ്പ ഞാൻ വെട്ടി നുറുക്കിയതേ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അത് നമ്മളെങ്ങനെയാണ് കപ്പ പുഴുങ്ങുക അതേപോലെ വേവിക്കുക. അപ്പം ഞാൻ സാധാരണ കുക്കറിലാണ്, അങ്ങനെ എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ ചെയ്യാറ്. നമ്മളങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം വെച്ചാൽ നല്ല കപ്പയാണ്, കപ്പേരതനുസരിച്ചിരിക്കുക. അപ്പം ഞാനൊരു വിസിലാണ് അടിക്കാറ്. ഒരു വിസിലടിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഓക്കെ, ഏകദേശം ഒരു 3/4 കിലോ ഉള്ള ഒരു കപ്പയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മുൻപ് വലിയൊരു ഇതുണ്ടാക്കിയപ്പോൾ അത് കഴിയണില്ല. പിന്നെ പാലൊക്കെ ഒഴിക്കുന്ന കാരണം പിന്നത്തെ ദിവസത്തേക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വെള്ളം കാണിച്ചു കൊടുക്കും. ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതി ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കുറേ ഉപ്പ് പോവും കേട്ടോ. ബാക്കി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ആഡ് ചെയ്യാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ. ഇനി നമ്മൾ കുറച്ച് ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളിയും ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്. അപ്പോൾ ഈ ഒരു ഡിഷിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സിയുടെ കപ്പിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മേടിച്ച കൊള്ളി ഒരു വിസിൽ മതി, അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊള്ളിയുടെ വേവ് നോക്കിയോളൂ. നന്നായി വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. എന്നാൽ ചെറിയ പീസ് പോലെ ഇങ്ങനെ കിടക്കും വേണം, ഉടയരുത്. ഫുള്ളായിട്ട് ഇങ്ങനെ ഉടഞ്ഞാൽ കുറച്ചൊരു ഇതാവും. നമ്മൾ പാലിലിടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടയും വേണം, എന്നാൽ കുറച്ച് കഷ്ണം കടിക്കും വേണം, ആ രീതിയിൽ. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ നമ്മുടെ കൊള്ളി. ഞാൻ ഇതിൽ അത് ഊറ്റണതിന് പകരം ഞാനിതേ ഇങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ. പാൽക്കപ്പ ഉണ്ടാക്കാൻ പോണ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പാൽക്കപ്പയുടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാല് കപ്പയുടെ യാതൊരുവിധ കട്ടും ഈ പാൽക്കപ്പ എന്ന് പറഞ്ഞ ഡിഷിൽ ഉണ്ടാവില്ല കേട്ടോ. അതിന് കപ്പയുടെ പ്രത്യേകതയാണോന്ന് അറിയില്ല. കപ്പയുടെ പ്രത്യേകത ഉണ്ടാവുക. നിങ്ങൾ പണ്ട് പറയാറുണ്ട് ഈ പാൽക്കൊള്ളി എന്നൊക്കെ പറയാറുണ്ട്. ആ ടൈപ്പായിരിക്കും ഈ ഉള്ളി. എപ്പോഴും നല്ല വേവണ കൊള്ളി എടുത്താൽ നല്ലതാ. അപ്പോൾ നമ്മളിവിടെ കൊള്ളിയെല്ലാം ഇവിടെ ഊറ്റി പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കുറച്ച് കറിവേപ്പില,
ഈ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചില്ലേ അത് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു സംഭവം നാളികേരപ്പാൽ. അപ്പം ഞാൻ ഒരു മുറി നാളികേരത്തിൻ്റെ പാല്, അത് ചിലവർ 2ാം പാലും 1ാം പാലും തിരിച്ചു വെക്കും. നമ്മുടെ കപ്പ വെന്തത് കാരണം അങ്ങനെ ഒരു ആവശ്യമില്ല. എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇപ്പം ഇത്ര എന്ന് പറയാൻ പറ്റില്ല, അത് കൊള്ളി അത് മൂടണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇതിലൊന്ന് വേവും വേണം കുറച്ച് അതായിട്ടൊന്ന് സെറ്റ് ആവണം. കൊള്ളിയുടെ ഇത് അംശങ്ങളൊക്കെ പാലിൽ മിക്സ് ആവണം. ഞാൻ ഒന്ന് ഇളക്കി നോക്കട്ടെ കേട്ടോ. ഇത്രയും മതി കേട്ടോ പാല്. അപ്പൊ ഇത് ഈ ഒരു ഇതിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഇത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് ഇതിൽ ആവശ്യമുണ്ടാവും കുറച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് നമ്മൾ ഒഴിച്ചില്ലേ അതിലേക്കുള്ളൊരു ഇത്തിരി ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പാൽക്കുപ്പി പാൽക്കപ്പ തെറ്റിട്ടുണ്ട് കേട്ടോ. അവിടെയും എന്തോ നാവടിക്കേ എന്തോ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിട്ട് ചെയ്യാവോ? ഇനി നമ്മൾ അടുപ്പത്ത് വെക്കണം, നന്നായി തിളപ്പിക്കണം. ഓക്കെ നമ്മള് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കനം കുറച്ച് കട്ട് ചെയ്യണേ. നമുക്കത് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട്. വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ 1-2 പ്രാവശ്യം ഈ പാൽക്കപ്പ ഉണ്ടാക്കിയപ്പോൾ ഒരിക്കൽ ഉണ്ടാക്കിയത് ഒരു ഇത്തിരി കനം കുറഞ്ഞൊരു പാത്രത്തിലാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് നമ്മൾ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അടിയിൽ ഇങ്ങനെ പിടിക്കണ പോലെ വന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇങ്ങോട്ട് മാറി. നന്നായിട്ട് ഇവർക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ സാധാരണ വിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സ്റ്റിക്കിലാവുമ്പോൾ പിന്നെ അത് വലിയ പ്രശ്നമില്ല. പ്രശ്നമില്ല ഇളക്കണം. എന്നാലും മറ്റേതിൽ ഇത്തിരി കൂടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതെന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ പാലൊഴിച്ചു ഇതാന്ന് പറഞ്ഞാലും കപ്പയായതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ സാധിച്ചില്ല. കളറ് മാറും. അന്ന് കളറൊന്നും മാറിയില്ല, പക്ഷെ പാലൊക്കെ ഒഴിച്ചാൽ കളറൊന്നും മാറിയില്ല. പക്ഷെ ചെറുതായിട്ട് ഞാനത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നീങ്ങി വരുമ്പോഴത്തേക്കും അത് കുറുകി ഉണ്ടായിരുന്നു. നീങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ജസ്റ്റ് അടിയിൽ വെച്ചു. അപ്പൊ ചെറിയൊരു സ്മെല്ല് മാറ്റം വന്നു. അപ്പൊ അത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് പാൽക്കപ്പയ്ക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ബീഫ് കേട്ടോ. പറയാൻ പറ്റില്ല, ബീഫായിട്ട് നല്ല കോമ്പിയാണ്. ചിലര് ഇതുണ്ട് നമ്മുടെ ചിക്കൻ എനിക്കിഷ്ടം. നമുക്ക് ഇത് തിളച്ചുകൊണ്ട് ഒരു ഇതായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി മാക്സിമം എടുക്കുള്ളൂ. ആ നേരത്ത് നമുക്ക് മൂപ്പിക്കാം. ഉള്ളി മൂപ്പിച്ചിട്ട് ഇതിൽ ഈ കറിയുടെ മേലേക്ക് ഇടാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി കുറുകിയിട്ടുണ്ട്. കുറച്ചും കൂടി ആവുന്നതാണ് നമ്മുടെ ലിസ്ബി പറയുന്നത്. രണ്ടും ഒരുമിച്ച് വെച്ച കേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി മുരിയും. അപ്പോൾ വേഗം പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ചിലർ ഇതിൽ വേറൊരു സാധനം ഇടും, നാളികേരം കൊത്തിയിട്ട്.
നാളികേരം കൊത്തിയിട്ട് അത് ആദ്യം ഫ്രൈ ആക്കിയിട്ടൊക്കെ ഇതിലിടും. അതിപ്പോ ബീഫിലാണ് നാളികേരം കൊത്തി ഇടുന്നത്. ബീഫിൽ ഞാൻ അത് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ടേസ്റ്റ് ഉണ്ട് സംഭവം കപ്പയില്. അത് ഇവിടെ കിട്ടണേലൊന്നും ഇല്ല കേട്ടോ. ഇവിടെ കിട്ടണേൽ ഇപ്പൊ ഈ ഉള്ളി മുറിച്ച് തന്നെ സംഭവം കാണാനില്ല. അത് ചിലപ്പോൾ ക്വാണ്ടിറ്റി കുറേ ഉണ്ടാക്കുന്നുണ്ടാവില്ല, അപ്പൊ അതുകൊണ്ടായിരിക്കും അത് കാണാത്തത്. ശരിക്കും അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അതുപോലെ ഈ പച്ചമുളകും ഇതൊക്കെ ഉണ്ടല്ലോ, വെറുതെ കപ്പയിൽ പാലൊഴിക്കലല്ല, അതിൽ ആ ഒരു ചെറിയൊരു ഫ്ലേവർ അത് ഇതിൻ്റെയാണ്. നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഈ ഒരു പരുവത്തിലേ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് നിർത്താണ്ടെന്ന് അറിയാം. ഇത് ഇത്തിരി തണുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ടിയാവും. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് ഇളക്കുമ്പോ തന്നെ അറിയാം നല്ല കട്ടി ആവുണ്ട്. ഇനി ഓഫ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തിക്നെസ് ആവും തന്നെ ഇരുന്നിട്ട്. അപ്പൊ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാം. അപ്പൊ പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, കഴിച്ചു നോക്കണ്ടേ? അല്ല പിന്നെ അതല്ല, ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂട്ടോടെ കഴിക്കുന്ന ടേസ്റ്റ് ചൂടുണ്ടാവട്ടാ. സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ തെക്ക് സൈഡിലേക്കും എല്ലാ ദിവസവും കൊള്ളി വെച്ച് കപ്പ വെച്ച് അവർ പ്രാതൽ കഴിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ കുറവാണ്. ഇവിടെ ആദ്യം പണ്ടത്തെ ആൾക്കാർ കഴിച്ചിരുന്നു പറയുന്നുണ്ട്. നമുക്കും ആവാം. കൊള്ളി ഞാൻ കഴിക്കട്ടെ. കൊള്ളി ഒരു സുപ്രധാന ഘടകം തന്നെയാണ്. സമാധാനപരമായ ജീവിതത്തിന് കൊള്ളി അത്യന്താപേക്ഷിതമാണ്. ചൂട് കാരണത്തിന് കുഴഞ്ഞതാ. അപ്പൊ ശരി, അപ്പൊ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടാ. എല്ലാരും കഴിച്ചോട്ടാ കൊള്ളി.